കേരളം മാത്രം എടുക്കണ്ട. ഞാൻ കേരളത്തിലെ ഓഡിയൻസിനാണ്, ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഐ ആം നോട്ട് ടോക്കിംഗ് ടു യു. പക്ഷെ ഇത് വളരുന്ന ജനറേഷനും കൂടിയല്ലേ? എത്തിയത് ഞങ്ങളാരും വളർന്നില്ലേ? 2026 2046 2056 മോളുടെ അച്ഛൻ അച്ഛന്നല്ലേ വിളിക്ക? അങ്കിളെന്ന് കയറി വിളിക്കോ? കൺസെപ്റ്റ് നിങ്ങൾ 2046 എത്തിയാലും നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മഞ്ജു പിള്ളയുടെ മകള് ദയാ സുജിത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു 2-3 ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പിന്നെ അതിന്റെ പിന്നിൽ കോൺട്രവേഴ്സികളാണ്. എന്തായാലും ഒരു വസ്ത്രം ധരിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്. അവർ ഏത് വസ്ത്രം ധരിക്കാതിരിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും, അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞാലും, പക്ഷെ ഇത് കുറച്ച് വൾഗാരിറ്റി കൂടിപ്പോയി. ഞാൻ കൂടിപ്പോയെന്ന് തന്നെ പറയും. എന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് ഇതൊരു മോശമായിട്ട് തോന്നാൻ സാധ്യത ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. ഇത് മോശമായിട്ടും തോന്നാം, മോശമല്ലെന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് അത് വളരെ മോശമായ ഒരു പിക്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എന്ത് മോഡലിംഗിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയെന്നേ പറയൂ. ഇതിനെക്കുറിച്ച് ഷെഫീന ബീവി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബറായ ഷെഫീന ബീവി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഷെഫീന ബീവി അതിൽ കടന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഷെഫീന ബീവി കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഷെഫീന ബീവിയുടെ കൂടെയാണ്. ഷെഫീന ബീവിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു. ആ ഫോൺ കോളും അവരുടെ വീഡിയോയിൽ വെച്ചിരുന്നു. അപ്പം ആ ഫോൺ കോളിൽ ഷെഫീന ബീവി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ലേഡിയുമായിട്ട് പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുക, ഷെഫീന ബീവി പറയുന്നതും കേൾക്കുക. എന്നതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളത്. ഷെഫീന ബീവിയോട് നേരത്തെ പല വിഷയങ്ങളിലും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഷെഫീന ബീവിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വായിൽ നിന്ന് ചിലപ്പം അതിര് കടന്ന് സംസാരിക്കും. അത് അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടാത്തതുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് മ്യൂട്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പബ്ലിക്കിൽ അങ്ങ് പറയും. ഇതിലും കൂടുതലായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം അത്രേ ഇല്ല. എന്നാലും ഷെഫീന ബീവിയെ എടുത്തിട്ട് ഉടുക്കുക എന്നുള്ള രീതിയിൽ കുറെ പേര് ഈ പറയുന്ന മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഷെഫീന ബീവി പറഞ്ഞതെല്ലാം തെറ്റാണ്, ഷെഫീന ബീവി ആരാണ് എന്നൊക്കെ ചോദിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഷെഫീന ബീവിയുടെ കൂടെയാണെന്ന് പറയാൻ കാര്യം, ഷെഫീന ബീവി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വസ്ത്രം ഉണ്ട് പക്ഷെ ഇല്ല. അതാണ് നമ്മളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി, നമ്മുടെ മകളായിക്കോട്ടെ, നമ്മുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും മകളായിക്കോട്ടെ, കൂട്ടുകാരന്റെ മകളായിക്കോട്ടെ, അവരെ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എന്തുമായിരിക്കും? നിങ്ങൾ അത് മാത്രം ചിന്തിക്കുക. പിന്നെ ഫാഷന്റെ പേരിലും മോഡലിംഗിന്റെ പേരിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ അങ്ങോട്ട് വിട്ടേക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഷെഫീന ബീവിക്കൊപ്പമാണ്. ഇതിന്റെ പേരിൽ എന്നെ ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി. നമ്മുടെ സമൂഹത്തിന് പറ്റിയതല്ല ഇങ്ങനത്തെ വേഷങ്ങൾ. ഷെഫീന ബീബിയും ഒരു കുട്ടിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയായിട്ട് മുന്നോട്ട് പോകാം. എന്താടേ? ഹലോ. ഫ്രീ ആണോ ഇപ്പോ? ആക്ച്വലി ഞാനൊരു ഫോളോവർ ആണ്. സോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ റീസെന്റ് ഇട്ട ഒരു വീഡിയോ. ഏത് വീഡിയോ കിട്ടിയത്? ഒരു ഫെമിനിസത്തിനെ പറ്റിയിട്ട്. ഓക്കെ. സോ ആർ യു ഫ്രീ ടു ടോക്ക് അബൌട്ട് ദാറ്റ് വീഡിയോ? ജസ്റ്റ് അറിയാൻ വേണ്ടി. പറയൂ എന്താ അറിയണ്ടേ? Okay, so ആ വീഡിയോ I just want to ask you, like, ഫെമിനിസത്തെ എങ്ങനെയാണ് അപ്പൊ ആക്ച്വലി കാണുന്നത്? ജസ്റ്റ് അറിയാൻ വേണ്ടി. ഇത് ഫെമിനിസത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ആള് ഈ പറഞ്ഞ ഷെഫീന ബിയോട് ചോദിക്കുന്നത്. ഞാൻ എന്റെ ഒരു ആൻസർ പറയാം. ഈ ഫെമിനിസത്തിന്റെ പേരിൽ ഈ ഒരുപാട് ഈ തുണിയില്ലാത്ത ഇങ്ങനെയുള്ള പരിപാടികൾ അതൊക്കെ നടത്തുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫെമിനിസം ഒക്കെ വേണം, പക്ഷെ ആ ഫെമിനിസം തുണിയില്ലാതെ നടക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. തുണിയില്ലാത്ത ഒരു ഫോട്ടോ ഇടുമ്പോൾ, അല്ലെങ്കിൽ തുണി ഉണ്ടേ ഇല്ല എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും, പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുകൂലിക്കുന്നവർ ചിലപ്പം അതിനെ അനുകൂലിച്ച് സംസാരിക്കും, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ഉള്ളവരുണ്ട്. അവർ കമന്റ് ഇടുമ്പോൾ മാത്രം ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ ഒരുമിക്കും, എന്നിട്ട് അങ്ങ് തകർക്കുക. ഞങ്ങളൊക്കെ 2026 ജീവിക്കുന്നത്, നിങ്ങളൊക്കെ 80 കിഡ്സ് 90 കിഡ്സ് 70 കിഡ്സ്. ഇതിന് അങ്ങനൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ഈ അനിയന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നേ. തീർച്ചയായിട്ടും ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കാരും ഇതെന്താ ഇങ്ങനെ ഒരു ഫോട്ടോ എന്ന് നമുക്കാരും തോന്നിപ്പോവും, നമ്മളാരും പ്രതികരിച്ചു പോവും. അങ്ങനെ പ്രതികരിക്കുന്നവരെയാണ് ഈ ഫെമിനിസത്തിന്റെ പേരിൽ ഒതുക്കിയിരുത്താൻ ശ്രമിക്കുന്നത് പലരും. ഇൻസ്റ്റാഗ്രാമിൽ ഇടാനോ ഒന്നുമല്ല. ഐ ആം ജസ്റ്റ് എ ഫോളോവർ ഓഫ് യു. ഇടുകയോ ഇടാതിരിക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഞാൻ വേണ്ടാന്ന് വിലക്കില്ലല്ലോ. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഫെമിനിസം, ഞാൻ എന്താണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ.
അതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിലെ ഒരു പെണ്ണിന് സ്വന്തമായി ഇടാനുള്ള താല്പര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് അത് വളച്ചൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ഹൗ വി കോൾ എ ഫെമിനിസം? മോളെ നീ ഇംഗ്ലീഷ് ഒന്നും പറയില്ല. ഞാൻ പഴയ 10ാം ക്ലാസ് ആണ്. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. ഇല്ല അയ്യോ ഇപ്പോഴത്തെ മോഡേൺ കുട്ടികളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ കുത്തിക്കേറ്റൽ സം സോർട്ട് ഓഫ് ഇംഗ്ലീഷ്, ദെൻ ദേ വെർ തിങ്കിങ് ദാറ്റ് ദേ വെർ സംതിങ് ആൻഡ് they are saying the right things. You know, I don't understand that kind of English. I speak in Malayalam. You want to speak with me in Malayalam? It's good for me and you also. I don't want to continue with the English, and then I will also definitely മലയാളത്തിലേക്ക് ആക്കാം. ഞാൻ പറയുന്ന ശൈലിയിൽ വരുമ്പോൾ അത് ഇംഗ്ലീഷിലാവുന്നേ. ചോദ്യത്തിന് ഉത്തരം കേൾക്കണ്ടേ? പറഞ്ഞുതരാം. നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്, മനസ്സിലാക്കാൻ ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് സാരാംശം പറഞ്ഞത്. അതായത് നമുക്ക് ഒരു പെണ്ണും ഒരാണിനും ഒരു സിനിമ സംവിധായകന്റെ മുമ്പിലേക്ക് പോകുന്നു. അവർ ആ ഫീൽഡ് ആണല്ലോ ചൂസ് ചെയ്തിട്ടാണല്ലോ അത് പറയണേ. അതുകൊണ്ട് ഞാൻ പറയുന്നേ, അപ്പോ ഈ സിനിമാ സംവിധായകൻ ആ പെണ്ണിന്റെ അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങളൊരു റാമ്പ് വാക്ക് നടത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കൂ എന്നല്ലേ പറയുക. അപ്പൊ രണ്ടുപേരുടെ അടുത്ത് ഒരേപോലെ പറയും, നീ അഭിനയിക്കും, നിങ്ങൾ രണ്ടുപേരുടെ അഭിനയ ശേഷി ഓക്കെ. എന്തിനാണ് ആണിന്റെ ബോഡി സ്ട്രക്ചറിനെ ഇത് നോക്കാതെ പെണ്ണിന്റെ ബോഡി സ്ട്രക്ചറിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് അവളെടുത്ത് ഈ ഡ്രസ്സ് ഇടാൻ നിന്നെ കൊണ്ട് പറ്റുമോ, ഈ ഡ്രസ്സിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് സൊസൈറ്റിക്ക് അത്തരത്തിലാണ് പെണ്ണുങ്ങളെ കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അവരാരും ബോഡി കാണിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. ബോഡി ആന്റി ഇത് 2026 ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പൊ തന്നെ ഈവൻ ലണ്ടനിൽ തന്നെ ഇപ്പോ സ്ട്രീറ്റ് മാർച്ചസ് ഉണ്ട്. മോള് കേരളത്തിൽ നിന്നില്ല, മോള് ലണ്ടനിലേക്ക് പോകണ്ട, 2026 ആക്കണ്ട. ഞാൻ ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്, ഞാൻ കേരളത്തിലല്ലല്ലോ. ഞാൻ കേരളത്തിലല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആള് കേരളത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്. എനിക്കൊന്നും ഏതോ വിദേശ രാജ്യങ്ങളിൽ നിന്നെങ്ങാനാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഈ വോയിസ് മൊത്തത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രതികരിച്ച് പോകാം, ഇത് കേട്ടോണ്ട് തന്നെ പ്രതികരിച്ച് പോകാന്നുള്ള രീതി ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വെളിയിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇത് 2026 ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ലല്ലോ, ഞങ്ങൾ വെളിയിലും ആൾക്കാരുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആള് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും ഒരു വിഷയമല്ല, ഇത് നിങ്ങൾ കേരളക്കാർക്കേ ഉള്ളൂ ഇതൊക്കെ വിഷയം, വിദേശത്തൊക്കെ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഇതിലും നല്ല ഇതായിട്ടാ വൾഗറായിട്ടാ ഞങ്ങൾ നടക്കുന്നത് എന്ന് സ്ഥാപിക്കാനും, ആ ഒരു കൾച്ചർ, ഇങ്ങനെ നടക്കുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ അവിടെയൊക്കെ, വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ പലയിടങ്ങളിലും ഉണ്ടായിരിക്കാം, അങ്ങനെ ഉള്ളൊരു കൾച്ചർ കേരളത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കണം, അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേരളത്തിലെ ഓഡിയൻസിനാണ്, ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഐ ആം നോട്ട് ടോക്കിംഗ് ടു യു. ഇത് വളരുന്ന ജനറേഷനും കൂടിയല്ലേ? ഞങ്ങളാരും വളർന്നില്ലേ? 2026 അല്ല, 2046 ആയാലും 2056 ആയാലും മോളുടെ അച്ഛൻ അച്ഛന്നല്ലേ വിളിക്കുക, അങ്കിളെന്ന് കയറി വിളിക്കോ, കൺസെപ്റ്റ്. നിങ്ങൾ 2046 എത്തിയാലും നിങ്ങൾ ഈ പറയുന്ന സാധനം ഇതായിട്ട് തന്നെ നിലനിൽക്കത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ അച്ഛൻ തന്നെയല്ലേ, അമ്മ തന്നെയല്ലേ? ഒരു മനുഷ്യന്റെ ബോഡീനെ പറ്റി ആ ആളല്ലേ നിലവാരം എടുക്കേണ്ടത്, അത് മറ്റുള്ളവരല്ലല്ലോ ഒരിക്കലും. അത് അവളുടെ നിലവാരം. ഞാൻ ചോദിക്കട്ടെ, 10-26 വയസ്സായ മകൾക്ക് മോളുടെ ബോഡിയുടെ നിലവാരം, എന്റെ ബോഡി നിലവാരം ഇതാണ് എന്ന് പറഞ്ഞു, മോള് ആ പെൺകൊച്ചിട്ട വസ്ത്രം ഇട്ടുകൊണ്ട് മോളുടെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കുവോ? അച്ഛ എന്റെ ബോഡിയാണ്, എന്റെ റൂളാണ്, അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ട അച്ഛ, ഞാൻ ഇതിട്ടുണ്ട്, നാളെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കട്ടെ അച്ഛ എന്ന് ചോദിച്ചാ മോളുടെ അച്ഛൻ എന്ത് മറുപടി പറയും? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് എന്റെ ശരീരമാണ്, ഞാൻ ആ ഡ്രസ് ഒരു വിഷയം ഞാൻ കാണുന്നില്ല. അച്ഛനെ ഇഷ്ടപ്പെടുന്നതോ ഒന്നും എനിക്ക് വിഷയമല്ല. എന്റെ ബോഡി, എനിക്ക് തോന്നുന്ന വസ്ത്രം ഞാൻ ധരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വസ്ത്രധാരണത്തിനോട് യാതൊരു എതിർപ്പും നമുക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പക്ഷേ കാണുമ്പോൾ
ഈ നമ്മുടെ നാട്ടിലൊക്കെ പീഡനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പീഡനം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ നാടുകളിൽ നടക്കുന്ന കാര്യമാണ്. പലയിടങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടതാണ്. 30 പേര് ചേർന്ന് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ 15 പേര് ചേർന്ന് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ പറയുന്ന ഇടത്തോളൊക്കെ പൊക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും, ഇന്ത്യയിലെ പല ഭാഗങ്ങളും, എല്ലാവരും ഒരുപോലെ ഒന്നും അല്ലല്ലോ, പൊക്കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് കുറച്ച് വൾഗാരിറ്റി ഇത് കൂടുതലാണ് എന്ന് മാത്രമേ ഇതിനകത്ത് എല്ലാവരും പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഈ മഞ്ജു പിള്ളയുടെ മകള് ഓവറായി പോയി എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഫോട്ടോ വെറും ഒരു വൾഗാരിറ്റി, ശരിക്കും വൾഗാരിറ്റി നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും ആ ഫോട്ടോയ്ക്കകത്ത്. പക്ഷെ അതിനെ ന്യായീകരിക്കാണ് ഇവിടെ. അച്ഛൻ കണ്ടാൽ എന്താ, എനിക്ക് എന്റെ അച്ഛൻ എന്തോ പറയുന്നത് എനിക്ക് വിഷയമല്ല, പക്ഷേ എന്റെ ശരീരം എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും എന്നാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോ, പക്ഷെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ടൗണിലൊക്കെ നമ്മളെല്ലാവരും പലയിടങ്ങളിൽ ഇറങ്ങി പോകുന്നതാണല്ലോ, അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വശീകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഇനിയും ഉണ്ടാകും. ആ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടു, അവൾ ഇട്ടു, അത് അവളുടെ കാര്യമാണ്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞേ. പക്ഷെ അത് വളരുന്ന ജനറേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. തുണി ഊരി ആടുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളർച്ച? ഞങ്ങൾ ആ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട എന്നാ പറഞ്ഞ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആണുങ്ങളെ പറ്റി എന്തുകൊണ്ട് അറിയുന്നില്ല? ആണുങ്ങള് വസ്ത്രം അതാണ് നിങ്ങളുടെ പ്രശ്നം. അവരെ പറ്റി എന്ത് പറയുന്നില്ല, ഇവരെ പറ്റി. ഇപ്പൊ ഗോവിന്ദചാമിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മുകേഷിനെ പറ്റി എന്ത് പറയാത്ത എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് ഉത്തരവില്ല. നിങ്ങൾ ആണുങ്ങൾ ആരെങ്കിലും തുണിയില്ലാത്ത ഇതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടോ? ആണുങ്ങൾ അവരുടെ പെനിസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു ജെട്ടിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയോ മോഹൻലാലോ ജെട്ടിയുടെ പരസ്യത്തിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കളായിട്ടുള്ള ആണുങ്ങൾ, പ്രണവോ അല്ലെങ്കിൽ മറ്റേ ദുൽഖറോ ഒരു ജെട്ടിയുടെ പരസ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ വന്ന് നിന്നാലും അത്യാവശ്യം നല്ലപോലെ മറുപടി പറയും. പക്ഷെ അവരുടെ പറയുന്നത് ആണുങ്ങള് ബോഡി കാണിച്ച് നിൽക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ പെണ്ണുങ്ങൾ ഇങ്ങനെ ബോഡി കാണിച്ചാൽ വിഷയമാണ്. അതിനെന്താ നിങ്ങൾ ആണുങ്ങളെ ഒന്നും പറയാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിനത് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ആരും പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊന്നും കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനെ കാണുവാണെങ്കിൽ അതിനുള്ള മറുപടി പറയാൻ നമുക്കറിയാം എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്. നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരാണ് ഒരു പെണ്ണും എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ അവയവങ്ങളും ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ അവയവങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വശീകരിക്കപ്പെടും. ഏറ്റവും കൂടുതൽ വശീകരിക്കാൻ സാധ്യത ഉള്ളത് ആരെയാണ്? ഈ പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾ കൂടുതലും വശീകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള വൾഗറായ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരാണിനും വശീകരിക്കാനൊക്കെ തോന്നും. ഇപ്പൊ പറയും എല്ലാ ആണുങ്ങളും നിന്നെ പോലെ ഒന്നും അല്ല എന്നൊക്കെ പറയും. ചുമ്മാതാ. ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വന്നിട്ട് നമ്മുടെ മുന്നിലൊക്കെ വന്നു നിന്ന ആരാണേലും നോക്കും. ആരും നോക്കാതിരിക്കത്തില്ല. ഈ പറയുന്നവരാരും നോക്കാതിരിക്കത്തില്ല, എല്ലാവരും നോക്കും. എന്നിട്ട് ചിലര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ അതിന് കുഴപ്പമെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡ്രസ്സ് പ്രത്യേകം, ഞാൻ ഈ പറയുമ്പോഴും നിങ്ങൾ ആ ഡ്രസ്സ് ശ്രദ്ധിക്കണം. അപ്പം ഇത് 2026 നമ്മുടെ കുട്ടികൾക്ക് എന്താണ് കുഴപ്പം? കുട്ടികൾ ഇപ്പൊ 2026 ജീവിക്കുന്നത്. ഇത് നിങ്ങളൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ ഇടണമെന്നാണോ ഈ പറയുന്നത്? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സംസാരിക്കുന്ന ഒരു പുച്ഛത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം വിദേശത്തൊന്നും ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു വൾഗാരിറ്റി ആയ പിക്ചർ അല്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു ഫോട്ടോയല്ല ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്കും ഇടാം, അവരും ഇട്ട് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടെ എന്നുള്ള രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സംസാരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഷെബീന ബീവിയോട് ഒരുപാട് എതിർപ്പുകളുണ്ട്. പല കാര്യങ്ങളിലും എതിർപ്പുള്ള ആൾക്കാരുണ്ട്. എനിക്കും പല കാര്യങ്ങളിൽ എതിർപ്പുണ്ട്. പക്ഷേ അവര് ഈ ഫോണിൽ കൂടി, ഈ കോളിൽ കൂടി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുക. എന്നുവെച്ചാൽ അവർ കൃത്യമായ മറുപടിയാണ് അതിന് കൊടുക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വേറെയാണ്. അവരുടെ ഹാഫ് നെയ്ഡ് ലൈക്ക് ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് മൊത്തം അവര് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വുമൻസിനെ മാത്രം കാണിക്കുന്നതും ഈ പെൺകുട്ടി ഇട്ട ഡ്രസ്സും സിമിലർ ആണെന്ന് കൊച്ചു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിന്റെ സ്വാതന്ത്ര്യം. അപ്പി എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു. അവൾ കാണിച്ച വൾഗാരിറ്റി, ആ ഡ്രസ് കോഡ്, അത് ഫാഷൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഫാഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് പറഞ്ഞ എല്ലാ ഫംഗ്ഷനും പോവാം. എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റുമോ?
അതെ, മരിച്ചവരെ ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എന്ത് ഫംഗ്ഷനും അതെന്താ അത് മാത്രം നീക്കി വെക്കുന്നേ? അങ്ങനെ ജട്ടിയും പാടി ഇട്ടുകൊണ്ട് മരിച്ചവരെ ഫംഗ്ഷനും പോ, അതല്ലേ ഒരു രസം. മരിച്ചവരുടെ ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഫംഗ്ഷനും പോകാം. ഏത് ഡ്രസ് ഇട്ടാണെന്ന് മനസ്സിലായോ? ഇപ്പൊ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ആ പോസ്റ്റ്. ഈ 3 ഫോട്ടോ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 കൂടുതൽ ഫോട്ടോ ഉണ്ടെങ്കിലും ഈ 3 ഫോട്ടോയുടെ പേരിലാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത്. അപ്പം ഇതിട്ടോണ്ട് എവിടെ വേണമെങ്കിലും പോകാം. കല്യാണത്തിന് പോണോ, ടൗണിൽ പോണോ, സ്റ്റാൻഡിൽ പോണോ, സാധനം വാങ്ങിക്കാൻ പോണോ, ഈ ഡ്രസ് ഇട്ടോണ്ട് പോവാം. എന്താ കുഴപ്പം? മരണ വീട് ഒഴിച്ച് വേറെ എവിടെയും പോകാം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഓപ്പോസിറ്റ് ഫോൺ ചെയ്ത ആള് എന്ത് സ്ഥാപിക്കാനാണ് ഇവിടെ ഫോൺ ചെയ്തത് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവര് മക്കള്, അല്ലെങ്കിൽ അമ്മ ചേട്ടന്റെ മക്കള്, അനിയന്റെ മക്കള്, ബന്ധുക്കളുടെ മക്കള്, എല്ലാവരും ഉണ്ടല്ലോ, കൂട്ടുകാരുടെ മക്കള് എല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ ഇനി ഇത് കണ്ട് പഠിക്കണമെന്നാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേച്ചി വണയുന്നത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100-ൽ ഒരു 20% നിങ്ങളുടെ ഭാഗത്ത് നിൽക്കൂ. 80% ഈ ഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വെളിയിൽ പോകണമെന്ന് പറയുന്നവരല്ല. ഇപ്പൊ ഹിന്ദിയിൽ കുറെ നടിമാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഹിന്ദിയിൽ കുറച്ച് നടിമാർ ഇങ്ങനെ ബാക്കിയും കാണിച്ച് കീറി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഒരു 20% ആൾക്കാർക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ 80% വിപരീതമായിരിക്കും. കേരളത്തിൽ പിന്നെ പറയുകയും വേണ്ട. 5-10% മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ കാണുമായിരിക്കാം. ഇതൊക്കെ കണ്ട് രസിക്കുന്ന ഒരുപാട് പേരുണ്ടേ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണല്ലോ. അതുകൊണ്ട് അവർക്ക് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും സോഷ്യൽ മീഡിയ വഴി. ഇനിയും ഇത് കൂടുതൽ വരട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു 80% ആൾക്കാരും ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്നതിനോടോ ഇങ്ങനെ ഡ്രസ് ഇട്ട് പോസ്റ്റ് ചെയ്യുന്നതിനോടോ സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും എന്നാണ് എന്റെ ഭാഗം. അതിപ്പോ ആളുകളും പറഞ്ഞു ഇല്ലല്ലോ, കാണിക്കാൻ നമ്മൾ ഒരിക്കലും. എന്റെ വീട്ടിലെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട. എന്റെ വീട്ടിലെ മക്കൾക്ക് അതല്ല സ്വാതന്ത്ര്യം. വസ്ത്രമൂരി കളഞ്ഞല്ല സ്വാതന്ത്ര്യം എന്ന സുന കൊണ്ടുവരുന്നത്. വസ്ത്രമൂരി എറിയുമ്പോൾ കിട്ടുന്നത് സ്വാതന്ത്ര്യമല്ല. അതിന് നമ്മളിട്ട പേരാണ് മറ്റേ പേര്. ആ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആന്റി ചെയ്യുന്നത് പെണ്ണുങ്ങളെ സെക്ഷലൈസ് ചെയ്തിട്ട് ആണുങ്ങളെ സെക്ഷലൈസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മുസ്ലിം ഇതില് എന്തുകൊണ്ട് ആണുങ്ങളെ ഇപ്പൊ വന്ന് ഷെഫീന ബീവി ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ ആണുങ്ങൾ കണ്ണ് മറയ്ക്കുന്നില്ല അല്ലെങ്കിൽ മുഖം മറയ്ക്കുന്നില്ല എന്നാണ്. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇനി അത് വെച്ച് അറ്റാക്ക് ചെയ്യാം. നിങ്ങൾ മുസ്ലിങ്ങൾ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്ന്. ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 90%, 80%, 90% ആൾക്കാരെ എടുത്തോ. കേരളത്തിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആരെ വേണമെങ്കിലും എടുത്തോ. അവരാരും ഈ പറയുന്ന കോപ്രായത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ല അതൊരു 10-15% ഉണ്ടായിരിക്കും. അതും മറ്റൊന്നിനുമല്ല. ആരാന്റെ അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞ ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമെന്ന് പറഞ്ഞ പോലെ അവർക്ക് ഇതിനെയും കണ്ടുകൊണ്ടിരിക്കണം. അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്, അവർക്കിത് പറ്റും. അപ്പം ഇവിടെ സ്ഥാപിക്കാൻ രണ്ടാമത് ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്ന്. ഒരിക്കലുമല്ല. മുസ്ലിങ്ങൾ ഒഴിച്ച് മറ്റുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, അത് എന്തും ആയിക്കോട്ടെ, അവരിലും ഭൂരിഭാഗം ആൾക്കാരും ഇതൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാണ്. പറഞ്ഞങ്ങ് പോവല്ലേ. നിങ്ങൾ സെക്ഷുവലൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ അത് ഞാൻ പറയുമ്പോ നോവുന്ന എന്തിനാ? നിങ്ങളെ സെക്ഷുവലൈസ് ചെയ്ത് പബ്ലിഷിന് ഇടാം. അത് ഞാൻ പറയുമ്പോ നോവുന്നോ? അത് എന്തടിസ്ഥാനമാണ്? ആണുങ്ങളെ പറയുന്നില്ലെന്ന്. ഞാൻ എന്റെ കണ്ണുവിൻ്റെ അങ്ങനെ ആണുങ്ങളെയൊന്നും ഇതുവരെ, എന്റെ മക്കളാരും ഇങ്ങനെ തുണിയില്ല നടക്കുന്നില്ല. ഞാൻ കാണാറില്ല. കണ്ടു പറയും, ആ പോയി തുണി എടുത്ത് കൊടുക്കുന്നേ ഞാൻ പറയുള്ളൂ. അല്ല തുണി ഇല്ലാതെ വന്നിട്ട് ഐ ആം റെഡി ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ നിൽക്കുകയാണെങ്കിൽ അടി വാങ്ങിക്കോ മതി. ആരായിരുന്നാലും പറയും ആണുങ്ങൾ അങ്ങനെ സെക്ഷുവലൈസ് ചെയ്യുന്നില്ല അവരുടെ ബോഡി. ഒരുത്തന്മാരും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു പെണ്ണാണ് നിൽക്കുന്നു, രണ്ടുപേരും മുകളിൽ ഒന്നും ഇട്ടല്ല, അടിയിലിട്ടുണ്ടെന്ന് വിചാരിക്കും, മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആന്റി പറയും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല, പെണ്ണാണ് സെക്ഷലൈസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? രണ്ടുപേരും ഒരു വസ്ത്രം തന്നെ ഇട്ടേക്കുന്നത്, എന്തുകൊണ്ട് ഒരാൾ മാത്രം സെക്ഷലൈസ് ചെയ്യപ്പെടുന്നു? ലിസൺ, ഇതിനകത്ത് കമ്പാരിസൺ നടത്താൻ ആണുങ്ങൾ തുണി ഊരുന്നത് ശരി എന്ന് ഞാൻ വാദിച്ചു. അവിടെ പിന്നെന്തുവാ? പിന്നെ ആ പോയിന്റിന് അവിടെ എന്ത് വാല്യൂ? ഞാൻ അവിടെ ആണുങ്ങൾ തുണി ഊരുന്നത് കറക്റ്റ്, നിങ്ങൾ തുണി ഊരുന്നത് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ആ പോയിന്റിന് അവിടെ വാലിഡിറ്റി ഇല്ല? ബട്ട് ആന്റി ഇപ്പൊ പറഞ്ഞു ഒരിക്കലും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ലെന്ന്. ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. എവിടെ ആണുങ്ങൾ തുണി ഊരി റോഡില് പട്ടാപകല് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, മുകളിൽ ഒന്നും ഇടാണ്ട്. അപ്പൊ അതെന്താ സെക്ഷലൈസിംഗിൽ വരുത്തില്ല? അവരോട് ചോദിക്കേ, നിങ്ങൾ എന്തിനാ ഈ തുണി ഊരി നടക്കുന്നത്, ഇത് ശരിയാണോ എന്ന് നീ അവരോട് ചോദിക്കേ.
അത് ചോദിക്കാനേ ഞാൻ പറഞ്ഞത്. അവരുടെ താല്പര്യം ഇത് 2026 ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് സംസാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആണ്. അപ്പം അവര് ഫെമിനിസ്റ്റ് കടുത്ത ഫെമിനിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ പറയുന്നത് ആണുങ്ങള് ഇപ്പം ടീഷർട്ട് ഇപ്പൊ ഇല്ലെന്നിരിക്കട്ടെ, ഇപ്പൊ ഞാനിപ്പോ ടീഷർട്ട് ഇട്ടേക്കുന്നെങ്കിൽ ടീഷർട്ട് ഇല്ലെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെണ്ണും ഒരാണും കൂടി ഇങ്ങനെ മേലുള്ള തുണി ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആണുങ്ങളെ ഒന്നും പറയത്തില്ല, നിങ്ങൾ പെണ്ണുങ്ങളെ കുറ്റം പറയത്തുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഷെബിന ബി പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല, അങ്ങനെ കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം ഈ പറയുന്ന ഈ ഫോൺ ചെയ്യുന്ന ആളുടെ വീടിന്റെ ഫ്രണ്ടിലോ ഒക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കാറുണ്ടെന്ന്. അപ്പൊ ഷെബിന ബി പറഞ്ഞ അവിടെ വന്നിട്ട് എനിക്കത് പറയാൻ പറ്റുമോ, നീ അങ്ങനെ നടക്കരുതെന്ന്, നീയാ പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അവിടെ പ്രതികരിക്കേണ്ടത് ആരാ? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണല്ലോ പ്രതികരിക്കേണ്ടത്. അപ്പം ആണുങ്ങൾ ഷർട്ടില്ലാതെ നിന്നാൽ നിങ്ങൾ ഒന്നും പറയത്തില്ല, പെണ്ണുങ്ങൾ തുണിയില്ലാതെ നിന്നാൽ പറയും എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്ഥാപിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടെ കമ്പാരിസൺ ചെയ്യുകയാണ്. നല്ല കമ്പാരിസണാ. 2046 ആയിരുന്നാലും മോളെ നീ നിന്റെ അച്ഛനെ അച്ഛാന്നല്ലേ വിളിക്കുള്ളൂ. നീ കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട പുഴുങ്ങിയ, 2026 നിനക്ക് എന്തൊരു ഉണ്ട പുഴുങ്ങല് വന്നാ? അതെന്ത് വർത്തമാനമാണല്ലോ? ആ കോണ്ടെക്സ്റ്റ്. പിന്നെ നിന്റെ കോണ്ടസ്റ്റ് എന്താണ്? നിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ ഒരുത്തൻ ഉടുപ്പിടാതെ പോയി, അത് ഞാൻ പറഞ്ഞില്ല എന്നതാണ് എന്റെ കോണ്ടസ്റ്റ്. ഞാൻ ഇതില് കോണ്ടക്സ്റ്റ് ആയിട്ട് ഞാൻ ആകെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളെ താല്പര്യം എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? നീ അത് സ്വന്തമായി പറഞ്ഞാ പോരെ? ആ പെണ്ണിനെ വലിച്ചഴച്ച് അതിലുള്ള ആ പെണ്ണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്തിന് തന്റെ അഭിപ്രായം പറയണം? സ്വന്തമായ അഭിപ്രായം കാണിക്കണം. അതൊരു റോൾ മോഡൽ അല്ല എന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തുകൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ റോൾ മോഡൽ അതൊരു റോൾ മോഡൽ ആണ് അവളുടെ. നീ മുഴുവനെ ഉരിഞ്ഞ് നടവാണേ. അയ്യോ നീ വേണ്ടെന്ന് ഞാൻ നിന്റെ പേരെന്തു വെച്ചേ? നീ നാളെ തുണി ഊരി തുണിയില്ലാതെ നടമോളെ. നീ നിന്റെ വിടവില്ലേ അത് നല്ലപോലെ ടാങ് 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 നട. ഞാനത് വിലക്കുന്നില്ലല്ലോ. പക്ഷെ കണ്ടാൽ അത് പറയണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല. അത് കണ്ടാൽ ഞാൻ പറയും ഇത് പിളർന്നു വെച്ച് നടക്കുന്നത് നാട്ടുകാരെ അട്രാക്ട് ചെയ്യാനാണ്, കണ്ടവൻ ഇത് കണ്ടിട്ട് ആസ്വദിക്കാനാണ്. ഞങ്ങൾക്കുള്ള അതേ ലിംഗം നിനക്കുണ്ടെങ്കിൽ ഈ പോക്കൃത്തരം കാണിച്ചാൽ ഇതിനെതിരെ പബ്ലിക് ന്യൂസ് എത്തിട്ട് കേസെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പോക്കൃത്തരം കാണിച്ചു വരുന്നവളുടെ. അപ്പം ചുരുക്കം പറഞ്ഞാല് വിദേശത്തൊന്നും ഇങ്ങനെയൊന്നും അല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എന്ന് ലാസ്റ്റും പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഷെഫീന ബീവി കൃത്യമായിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഉണ്ട്, പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെയുള്ള വൾഗറായ ഒരു പിക്ചർ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഷെഫീന ബീവി ഒന്നും അല്ല ഇത് ആദ്യം വീഡിയോ ചെയ്യുന്നത്, ബാക്കി പലരും ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഷെഫീന ബീവി ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ഇത് മൊത്തവും തലയിൽ വീണത് ഷെഫീന ബീവിയുടെയാണ്. എന്തായാലും ഷെഫീന ബീവി ഈ വോയിസിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. അപ്പം ആ വോയിസിൽ എന്താണ് മോശമായിട്ട് സംസാരിച്ചിരിക്കുന്നത്? കൃത്യമായ മറുപടി അല്ലേ പറഞ്ഞേക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇത് നല്ലതാണ്, ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകണം എന്നുള്ള രീതിയിലല്ലേ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയല്ലേ സംസാരിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്, ഡ്രസ്സിങ് അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഏത് ഡ്രസ്സും ഇടാം, എങ്ങനെ ഇടാം, ഇതിട്ടോണ്ട് പാർട്ടിക്ക് പോവാം, കല്യാണത്തിന് പോവാം, അല്ലെങ്കിൽ ബാക്കി എവിടെ വേണേലും പോവാം, അത് അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുകയല്ലേ, അത് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് ഈ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഷെഫീന ബീവി അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഷെഫീന ബീവി കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞത്, ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ അത് പിടിച്ചു വെച്ച് സംസാരിക്കേണ്ട പിടിച്ചു വെച്ചിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, ചിലയിടത്ത് നമ്മൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ. ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നതാണ്. അപ്പൊ അവരെ പച്ചക്കൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പച്ചയ്ക്ക് നമ്മൾ പറയുമല്ലോ, എന്ന് വെച്ചാൽ പച്ചയ്ക്ക് തന്നെ പറയുന്നത്. അപ്പം ആ പച്ചയ്ക്ക് പറഞ്ഞു കഴിയുമ്പം അത് പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വരും. നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും ആ ഒരു പോയിന്റിൽ പിടിച്ച് മോശമാക്കാൻ സാധ്യത കൂടുതലാണ്. അതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വൾഗറായിട്ടൊക്കെ സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളുടെ വിഷയങ്ങൾ എന്താണോ അത് പറഞ്ഞ് ബോധിപ്പിക്കുക, ഫലിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ മോശമായ പദങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനോട് മാത്രമാണ് എനിക്ക് ഷെഫീന ബീവിയോട് ഒരു പൊരുത്തക്കേടുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത്രയും കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.